ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 27 നക്ഷത്രങ്ങളുടെയും ദശാകാലങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. ആദ്യം നമ്മൾക്ക് അശ്വതി മകം മൂലം. ഇത് അശ്വതി മകം മൂലം അനുജന്മ നാളുകാരാണ്. അപ്പോൾ അവരുടെ 3 പേരെയും കൂടെ ഉള്ള ദശാകാലമെന്ന് നാം പറയുന്നത്. അപ്പോൾ ഇതിനകത്തിൽ ഈ 3 നാളുകാരുടെയും ദശാകാലങ്ങൾ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ അശ്വതി മകം മൂലം കേതുർദശയിലാണ് അവരുടെ ജനനം. കേതുർദശാകാലത്ത് അവർക്ക് 7 വർഷമുണ്ട് കേതുർദശ. പക്ഷേങ്കിൽ നമുക്ക് ജനന സമയത്തിൻ്റെ പകുതിയെ നമുക്ക് അനുഭവത്തിൽ വരത്തുള്ളൂ. അപ്പോൾ ആ സമയം നമുക്ക് കേതുർദശ എന്ന് പറയുന്നത് 7 വർഷമുള്ളതിൽ നമുക്ക് 3.5 വയസ്സ് വരെ ഏകദേശം ജനന സമയത്തിൻ്റെ മുന്നോട്ടോ പുറകോട്ടോ കുറച്ച് വ്യത്യാസം വരും. എന്നാലും ഏകദേശം കേതുർദശ 3.5 വയസ്സ് വരെ ഉണ്ട് ഈ അശ്വതി മകം മൂലം. അത് കഴിയുമ്പോൾ 3.5 വയസ്സ് വരെ അവർക്ക് കേതുർദശക്കാലം. അത് കഴിയുമ്പോൾ അവർക്ക് ശുക്രദശ ആരംഭിക്കും. ഈ ശുക്രദശക്കാലം 20 വർഷമുണ്ട്. അപ്പം 23.5 വയസ്സ് വരെ ശുക്രദശക്കാലം. ഈ 23.5 വയസ്സ് വരെ ഈ അശ്വതി മകം മൂലംകാർക്ക് നല്ല അനുകൂലമായ സമയമാണ്. 23.5 വയസ്സിനുള്ളിലാണെങ്കിൽ അവർക്ക് വിവാഹം നടക്കാം, അതുപോലെ തന്നെ ജോലി കിട്ടാം. ഇതെല്ലാം സാധ്യമാകുന്ന സമയം തന്നെ, നല്ല അനുകൂലമായ സമയം തന്നെ 23.5 വയസ്സ് വരെ. 23.5 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് ആദിത്യ ദശ ആരംഭിക്കും. 6 വർഷമുണ്ട് ആദിത്യ ദശാകാലം. പിന്നെ 23.5 വയസ്സ് മുതൽ 29.5 വയസ്സ് വരെ ആദിത്യ ദശാകാലം ആണ്. ഈ ആദിത്യ ദശാകാലം അത്ര സുഖകരമായിരിക്കത്തില്ല. ആദിത്യ ദശാകാലത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങളൊന്നും അവർക്ക് അനുകൂലമായിട്ടത് പോകുന്ന സമയമായിരിക്കത്തില്ല ആദിത്യ ദശാകാലം. പക്ഷേ ഈ ആദിത്യ ദശ കഴിയുമ്പോൾ 29.5 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് ചന്ദ്രദശ ആരംഭിക്കും. 29.5 വയസ്സ് മുതൽ 39.5 വയസ്സ് വരെ ചന്ദ്രദശാകാലം നല്ല സർവ്വകാര്യ നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. വിവാഹം നടക്കാം, ജോലി കിട്ടാം, ജോലിയിലൊക്കെ പുരോഗതി ഉണ്ടാകും, സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. ഇതെല്ലാം നേട്ടം ഉണ്ടാകുന്ന സമയമാണ് 29.5 വയസ്സ് മുതൽ 39 വയസ്സ് വരെ. 39 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് ചൊവ്വാദശാകാലം ആരംഭിക്കും. ഈ ചൊവ്വാദശാകാലവും അനുകൂലമൊക്കെ ആയിരിക്കും. പക്ഷേങ്കിൽ അന്നുണ്ടെങ്കിൽ അതിനകത്തിലാണെങ്കിൽ ഈ പറയാൻ കാര്യം ചൊവ്വയെന്ന് പറയുന്നത് നമുക്ക് അത്ര ധനപരമായിട്ടൊന്നും ഒരു നേട്ടം അത്ര കിട്ടത്തില്ല. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ കാര്യതടസ്സമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഈ ചൊവ്വാദശാകാലത്ത് നമുക്കത്ര പുരോഗതി ഉണ്ടാകുന്ന സമയമല്ല. അത് കഴിയുമ്പോൾ ഇവർക്ക് ചൊവ്വ കഴിയുമ്പം ഞാൻ പറഞ്ഞല്ലോ, ചൊവ്വയെന്ന് പറഞ്ഞാൽ 46.5 വയസ്സ് വരെ ഉണ്ട്. 39 കഴിയുമ്പോൾ മുതൽ 46.5 വയസ്സ് വരെ ചൊവ്വാദശാകാലം. ചൊവ്വയെന്ന് പറഞ്ഞാൽ 7 വർഷമുണ്ട് അവർക്ക്. അത് കഴിയുമ്പോൾ അവർക്ക് രാഹുർദശ ആരംഭിക്കും. 46.5 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് രാഹുർദശ ആരംഭിച്ചിട്ട് ഏകദേശം 64.5 വയസ്സ് വരെ രാഹുർദശാകാലമുണ്ട്. 18 വർഷമുണ്ട് രാഹു. 18 വർഷം ഉണ്ടെങ്കിൽ നമുക്ക് 9 വർഷമൊക്കെ നേട്ടം കിട്ടും. 9 വർഷം അനുകൂലമല്ലാതെ പ്രതികൂലമായിട്ടിരിക്കും. അതിനകത്തിലാണെങ്കിൽ കാര്യതടസ്സങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, മാനസികപരമായിട്ടൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ തരുന്നതാണ് ഈ രാഹു എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ സർപ്പത്തിന് അവിടെ വഴിപാട് കഴിച്ചൊക്കെ പോവുകയും ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റം ഉണ്ടാകുന്നതാണ്. ഈ 64.5 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് വ്യാഴദശ ആരംഭിക്കും. അവരുടെ സൗഭാഗ്യകാലമാണ് ഈ അശ്വതി മകം മൂലംകാർക്ക്. നല്ലൊരു സമയമാണ് വരുന്നത്. ഈ 64.5 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് വ്യാഴദശ. 16 വർഷമുണ്ട് വ്യാഴൻ. 64 മുതൽ 80.5 വയസ്സ് വരെ അവർക്ക് വ്യാഴദശാകാലം. അവർക്ക് നേട്ടം കിട്ടുന്ന സമയം തന്നെയാണ് ഇത് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഭരണി, പൂരം, പൂരാടം. ഈ 3 നാളുകാരുടെ ദശാകാലങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ ഭരണി, പൂരം, പൂരാടം ഇത് അനുജന്മ നാളുകാരാണ്. അപ്പോൾ 3 നാൾ ഉൾപ്പെടുന്നുണ്ട്. ഇവരെ ഈ ഭരണി, പൂരം, പുരാടം ശുക്രദശയിലാണ് ജനിക്കുന്നത്. ശുക്രദശാകാലം നമുക്ക് സാധാരണ 10 വർഷമുണ്ട്. 10 വർഷത്തിൽ ജനന സമയമാകുമ്പോൾ നമുക്ക് പകുതി സമയം നമുക്ക് അനുഭവയോഗ്യമാകത്തുള്ളൂ. അപ്പോൾ 10 വയസ്സ് വരെ അവർക്ക് ശുക്രദശാകാലം. ശുക്രദശ കഴിയുമ്പോൾ ആ ശുക്രദശാകാലം ഈ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് ആ സമയം. അത് കഴിയുമ്പോൾ ഇവർക്ക് ആദിത്യ ദശ ആരംഭിക്കുന്നുണ്ട്. 10 വയസ്സ് മുതൽ 6 വർഷമുണ്ട് ആദിത്യൻ. 16 വയസ്സ് വരെ ആദിത്യ ദശാകാലം. ഈ സമയം അവർക്ക് നല്ലതായിരിക്കത്തില്ല. കാര്യമുണ്ട്, തടസ്സങ്ങളും കാര്യങ്ങളും പഠന സമയമൊക്കെ ആകുമ്പോൾ അതിനൊക്കെ മടിയും കാര്യങ്ങളൊക്കെ വരും. ഈ ആദിത്യ ദശാകാലം കുറച്ച് മോശകരമായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ആ സമയത്തിലാണെന്നുണ്ടെങ്കിൽ വഴിപാടൊക്കെ കഴിച്ചു പോയാൽ ഒരുപാട് മാറ്റം ഉണ്ടാകും. ആദിത്യ ദശാകാലത്ത് വഴിപാട് കഴിക്കേണ്ടത് ശിവക്ഷേത്രത്തിൽ ജലധാര, മൃത്യുഞ്ജയ അർച്ചന ഇതൊക്കെ കഴിച്ചു പോകും. 16 വയസ്സ് വരെ. 16 വയസ്സ് കഴിയുമ്പോൾ മുതൽ ഈ ഭരണി, പൂരം, പൂരാടംകാർക്ക് ചന്ദ്രദശാകാലം ആരംഭിക്കും. 16 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ചന്ദ്രദശാകാലം. ഇത് ഒരുപാട് അനുകൂലവും നേട്ടവും കിട്ടുന്ന സമയമാണ്. ഈ സമയത്തിനുള്ളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാം, സാമ്പത്തികപരമായ പുരോഗതി ഉണ്ടാകാം. ഈ സമയം വരെ വിവാഹം നടക്കുക. ഇതെല്ലാം സാധ്യമാകുന്ന സമയം 26.5 വയസ്സ് വരെ. 26.5 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് ചൊവ്വാദശ ആരംഭിക്കും. 26 മുതൽ 33 വയസ്സ് വരെ ചൊവ്വാദശാകാലം. ചൊവ്വാദശാകാലം
അത്ര വിധ നേട്ടമൊന്നും പിന്നെ കിട്ടുന്ന സമയമല്ല ചൊവ്വയെന്ന് പറയുന്നത്. പിന്നെ കാര്യതടസ്സമില്ലെന്നുള്ളതേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ നടന്നു പോകും. ചൊവ്വയ്ക്കകത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകാം. ചൊവ്വാദശാകാലത്ത് നമുക്ക് അസുഖങ്ങളായിട്ടും ഒക്കെ സംഭവിക്കാം. അതുപോലെ തന്നെ ദേഷ്യപ്പാടുകളെ, പിന്നെ പിണക്കങ്ങളെ, പ്രശ്നങ്ങളൊക്കെ, അത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഈ ചൊവ്വയ്ക്കകത്തുണ്ട്. അത് 26 വയസ്സ് മുതൽ 33 വയസ്സ് വരെ ചൊവ്വാദശാകാലമാണ്. ചൊവ്വാദശാകാലം കഴിയുമ്പോൾ അവർക്ക് 33 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് രാഹുർദശ ആരംഭിക്കും. 51 വയസ്സ് വരെ രാഹുർദശാകാലം. രാഹുർദശ 18 വർഷമുണ്ട്. രാഹു 18 വർഷം ഉണ്ടെങ്കിൽ 9 വർഷം അവർക്ക് ഗുണകരമായിരിക്കും, 9 വർഷം അവർക്ക് പ്രതികൂലമായിരിക്കും. അപ്പോൾ ഈ 9 വർഷം ഉണ്ടെന്ന് പറഞ്ഞാൽ രാഹുവല്ല, രാഹുവിൻ്റേതായിട്ടുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. ഈ തടസ്സമൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ ഗണപതി ഹോമം കഴിക്കുക, അതുപോലെ തന്നെ രാഹു പ്രീതി പരുത്തി പോവുക. സർപ്പത്തിന് വഴിപാട് കഴിച്ചു പോകുമ്പോൾ ഒരുപാട് തടസ്സങ്ങളും മാറി നമുക്ക് നേട്ടം ഉണ്ടാകുന്നതാണ്. ഈ 51 വയസ്സ് കഴിയുമ്പോൾ മുതൽ ഈ ഭരണി പൂരം പൂരാടംകാർക്ക് സുവർണകാലം എന്ന് പറയാം. 51 വയസ്സ് മുതൽ അവർക്ക് പിന്നെ 57 വയസ്സ് വരെ വ്യാഴദശാകാലം ഒരുപാട് അനുകൂലവും നേട്ടമായിട്ട് കിട്ടുന്ന സമയമാണ്. സർവകാര്യ വിജയം ഉണ്ടാവും, സാമ്പത്തിക പുരോഗതി ഉണ്ടാവും, വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാൻ പറ്റും. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് ഈ വ്യാഴദശാകാലം അനുകൂലമായിട്ടും നേട്ടമായിട്ടും കിട്ടും. 57 വയസ്സ് വരെ. 57 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് ശനി ആരംഭിക്കും. 57 വയസ്സ് കഴിയുമ്പോൾ മുതൽ ശനി ആരംഭിച്ചിട്ട് 19 വർഷമുണ്ട് ശനി ദശാകാലം. അവർക്ക് 86 വയസ്സ് വരെ ശനിയാണ്. ഈ 19 വർഷത്തിൻ്റെ ആണെങ്കിൽ ശനിയുടെ ആദ്യ സമയം തന്നെ അപകാര സമയം കുറച്ച് മോശമായിരിക്കും. അത് കഴിയുമ്പോൾ കുറച്ച് സമയങ്ങൾ നമുക്ക് അതിനകത്ത് നേട്ടം കിട്ടാനുണ്ട്. കാരണം ശുക്രന് ചന്ദ്രൻ്റെ സഞ്ചാരം, അങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരം വരുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് നേട്ടം കിട്ടുമെങ്കിലും ശനി ദശാകാലം ഇതുപോലെ തന്നെ തടസ്സങ്ങളെ, കാര്യതടസ്സങ്ങളെ, സാമ്പത്തിക ടൈറ്റ്, കടബാധ്യതകളെ ഒക്കെ ഏറാൻ സാധ്യതയുണ്ട് ചിലവർക്കൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും മാനസികപരമായിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാം. അസുഖങ്ങൾ വരാം. ഈ 86 വയസ്സ് മുതൽ 57 വയസ്സ് മുതൽ 86 വയസ്സ് വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ സമയത്ത് ശനീശ്വരന് വഴിപാട് കഴിച്ചു പോവുക. നമ്മുടെ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി നീരാഞ്ജന വഴിപാടോ അല്ലെന്നുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിലാണെന്ന് പറഞ്ഞാലും വഴിപാട് കഴിക്കാം. അയ്യപ്പ ക്ഷേത്രം അടുക്കലില്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ വഴിപാട് കഴിച്ചാലും നമുക്ക് നേട്ടം ഉണ്ടാകും. അതുപോലെ മൃത്യുഞ്ജയാർച്ചന എല്ലാ മാസവും നാളെ തോറും കഴിക്കുന്നത് നല്ലതായിരിക്കും. 86 വയസ്സ് വരെ ശനി ഉണ്ടെന്ന് പറഞ്ഞാൽ 86 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് ബുധദശ ആരംഭിക്കും. ബുധദശാകാലം അനുകൂലമായിരിക്കും. ബുധദശാകാലം ബുധൻ ധനകാരകനാണ്. സാമ്പത്തിക നേട്ടം ഉണ്ടാകും, പുരോഗതി ഉണ്ടാകും, സർവകാര്യ വിജയം അതിനകത്തിലുണ്ടാകും. എന്നാലും ബുധനകത്തിലും ശനിയുടെയും രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഒക്കെ ദശാകാലം ഗ്രഹങ്ങളുടെ സഞ്ചാരമുള്ള സമയത്ത് നമുക്ക് കുറച്ച് മോശമാകുന്നുള്ളൂ. എന്നാലും പിന്നെ ബുധദശാകാലം നമുക്ക് അനുകൂലമായിട്ടുള്ളതായിരിക്കും കാര്യം. നല്ല സർവ്വകാര്യ നേട്ടം ഉണ്ടാകും. ഈ 86 വയസ്സ് കഴിയുമ്പോൾ മുതൽ 17 വർഷമുണ്ട് ബുധൻ. അങ്ങനെയാണ് ഈ ഭരണി പൂരം പൂരാടംകാരുടെ ദശാകാലങ്ങൾ. ഇനിയും പറയാൻ പോകുന്നത് കാർത്തിക, ഉത്രം, ഉത്രാടം. ഇത് അനുജന്മ നാളുകാരാണ്. ഇവരുടെ ദശാകാലങ്ങൾ ഒരുപോലെയായിരിക്കും. ഇവർക്ക് ആദ്യത്തെ ദശയിലാണ് ഇവർ ജനിക്കുന്നത്. 6 വർഷം ഉണ്ടെങ്കിലും ആദ്യത്തെ ദശക്കാലം 6 വർഷമുണ്ട് എങ്കിലും നമ്മുടെ ജനന സമയത്ത് നമുക്ക് അതിൻ്റെ പകുതിയെ നമ്മൾ കണക്കൂട്ടുന്നുള്ളൂ, നമുക്ക് അനുപയോഗ്യമാകത്തുള്ളൂ. അപ്പോൾ 3 വയസ്സ് വരെ അവർക്ക് ആദ്യത്തെ ദശക്കാലം. ആദ്യത്തെ ദശ കഴിയുമ്പോൾ അവർക്ക് പിന്നെ ആദ്യത്തെ ദശക്കാലം ആ കുഞ്ഞുങ്ങൾ ആദ്യത്തിലും ജനിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ആദ്യത്തിൽ ജനിക്കുന്നത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ബാലാരിഷ്ട കാണും. ഏതായാലും ആദ്യത്തിലല്ലേ ജനിച്ചേക്കുന്നത്. 3 വയസ്സ് വരെ ഉള്ളൂ. 3 വയസ്സ് കഴിയുമ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് ചന്ദ്രദശാക്കാലം ആരംഭിക്കും. 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ചന്ദ്രദശാക്കാലം. അത് അനുകൂലമായിട്ടും നേട്ടമായിട്ടും കിട്ടുന്ന സമയം തന്നെ. പഠന സമയമൊക്കെ അത് കാര്യമായിട്ട് പഠനമൊക്കെ നടക്കുന്ന സമയം തന്നെ. 13 വയസ്സ് വരെ. 13 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് ചൊവ്വാദശ ആരംഭിക്കും. 13 വയസ്സ് മുതൽ 7 വർഷം കൊണ്ട് ചൊവ്വ. 20 വയസ്സ് വരെ ചൊവ്വാദശാക്കാലം വലിയ നേട്ടമൊന്നും ഉണ്ടായില്ലെങ്കിലും അവർക്ക് വലിയ തടസ്സങ്ങളില്ലാതെ കാര്യം നടന്നു പോകുന്നതാണ്. ചൊവ്വ 20 വയസ്സ് വരെയുണ്ട്. ചൊവ്വ കഴിയുമ്പോൾ പിന്നെ അവർക്ക് രാഹുർദശ ആരംഭിക്കും. രാഹുർദശ 20 വയസ്സ് മുതൽ 38 വയസ്സ് വരെ രാഹുർദശയാണ്. 18 വർഷമുണ്ട് രാഹു ഞാൻ പറഞ്ഞല്ലോ 18 വർഷം ഉണ്ടെങ്കിലും നമുക്ക് പകുതി നേട്ടം കിട്ടുന്ന സമയമാണ് 18 വർഷത്തിൽ. ആ പകുതി നേട്ടം കിട്ടും. പകുതി ആണെങ്കിൽ പ്രതികൂലമായിട്ടിരിക്കും. ആ സമയത്തങ്ങൾ നമ്മൾക്ക് കാര്യതടസ്സങ്ങൾ വരാം, പിന്നെ മാനസികപരമായിട്ടൊക്കെ ഒരു പ്രയാസങ്ങൾ വരാം. പിന്നെ ജോലി കിട്ടുന്ന സമയമല്ലേ, ജോലിയൊക്കെ കിട്ടാനൊക്കെ പിന്നെ താമസങ്ങൾ വരാം. ഇതിനെല്ലാം സർവ്വമായിട്ട് തടസ്സങ്ങളൊക്കെ വരാം. അപ്പോൾ നമുക്ക് മാനസികമായിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ വരികയില്ലേ. അതുകൊണ്ട് ഏതായാലും 20 വയസ്സ് മുതൽ 38 വയസ്സ് വരെ രാഹുർദശയുണ്ട്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അനുകൂലമാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ സർപ്പത്തിൻ്റെ അവിടെ പോയി വഴിപാട് കഴിച്ച് ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. പേരും നാളും ഒക്കെ പറഞ്ഞ് മാസം തോറും ഈ രാഹുർദശക്കാലത്ത് വഴിപാടൊക്കെ കഴിച്ച് പോവുക, മാറ്റം ഉണ്ടാവും. അത് കഴിയുമ്പോൾ ഈ കാർത്തിക, ഉത്രാടംകാർക്ക് സർവ്വകാര്യ നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അവരുടെ
നല്ല സമയം എന്ന് തന്നെ പറയാം. 38 വയസ്സ് മുതൽ 54 വയസ്സ് വരെ അവർക്ക് എല്ലാവിധ നേട്ടവും ഉണ്ടാകുന്ന സമയമാണ്. വിവാഹം നടക്കാം, ജോലി കിട്ടാം, ജോലിയിൽ പുരോഗതി ഉണ്ടാകാം, സാമ്പത്തിക നേട്ടം ഉണ്ടാകാം, എല്ലാ സർവ്വകാര്യങ്ങളും നടന്നു കിട്ടുന്നതാണ്. 38 വയസ്സ് മുതൽ 54 വയസ്സ് വരെ അവർക്ക് സുവർണ്ണകാലമെന്ന് തന്നെ ഈ കാർത്തിക, ഉത്രാടം ഇവർക്ക് നല്ല സമയം തന്നെ എന്ന് പറയും. 54 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് ശനി ആരംഭിക്കും. 19 വർഷമുണ്ട് ശനിക്കകത്തും കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. കുറച്ച് നമുക്ക് നേട്ടം ഉണ്ടാകും. ബാക്കിയുള്ള സമയമല്ല അനുകൂലമല്ലാതിരിക്കും. ശനിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. തടസ്സങ്ങൾ വരാം, മാനസിക പ്രശ്നങ്ങൾ വരാം, ജോലിയിലൊക്കെ നമുക്ക് തടസ്സങ്ങൾ വരാം. ഇതെല്ലാം ഈ ശനി ദശാക്കാലത്ത് നമുക്ക് അനുഭവപ്പെടും. 54 വയസ്സ് കഴിയുമ്പോൾ മുതൽ 73 വയസ്സ് വരെ ഉണ്ട് ശനി ദശാക്കാലം. അത് കഴിയുമ്പോൾ അവർക്ക് 73 വയസ്സ് കഴിയുമ്പോൾ മുതൽ ബുധദശ ആരംഭിക്കും. 17 വർഷമുണ്ട് ബുധൻ നേട്ടപ്പെട്ട സമയമാണ്. ബുധൻ ധനകാരകനാണ്. ധനപരമായിട്ടുള്ള നേട്ടവും ജോലിയിൽ പുരോഗതി, ജോലിയില്ലാത്തവർക്കൊരു ജോലി കിട്ടാനും പിന്നെ ഇതൊക്കെ സാധ്യമാകുന്ന സമയമാണ് 73 വയസ്സ് മുതൽ 90 വയസ്സ് വരെ. ഇനി രോഹിണി, അത്തം, തിരുവോണം ഇത് 3 അനുജന്മ നാളുകാരാണ്. അവർക്കെല്ലാം ഒരേ ദശാകാലങ്ങളാണ്. ഈ രോഹിണി, അത്തം, തിരുവോണത്തിൻ്റെ ജനനം ചന്ദ്രദശാകാലത്താണ് ജനനം. 10 വർഷമുണ്ട് ചന്ദ്രദശ. പക്ഷെങ്കിൽ നമ്മുടെ ജനന സമയത്തിന് വെച്ച് നമ്മൾക്ക് 5 വയസ്സ് വരെയുള്ള അനുഭവയോഗ്യമാകത്തുള്ളൂ. നമുക്ക് ഇത് ഒരു വ്യക്തി ജനിക്കുന്നതിൻ്റെ മുന്നോട്ടോ പുറകോട്ടോ നമുക്ക് ജനന സമയം അനുസരിച്ച് വ്യത്യാസം വരാം. ഇത് ഞാൻ നാളിൻ്റേതായിട്ടുള്ള ഇതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും 5 വയസ്സ് വരെ അവർക്ക് ചന്ദ്രദശാകാലം. 5 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് ചൊവ്വാദശ ആരംഭിക്കുന്നുണ്ട്. രോഹിണി, അത്തം, തിരുവോണം ഇതിൻ്റെ കാര്യമാണല്ലോ. അപ്പോൾ 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ അവർക്ക് ചൊവ്വാദശാകാലം. ചൊവ്വാദശ കഴിയുമ്പോൾ അവർക്ക് 12 വയസ്സ് മുതൽ പിന്നെ രാഹുർദശ ആരംഭിക്കും. 12 വയസ്സ് മുതൽ പിന്നെ 12 വയസ്സ് കഴിയുമ്പോൾ മുതൽ 30 വയസ്സ് വരെ രാഹുർദശാകാലം. രാഹു 18 വർഷമുണ്ട്. രാഹു ഗുണദോഷ സമ്മിശ്രമായിരിക്കും. നമ്മൾക്ക് 18 വർഷത്തിൽ 9 വർഷം നേട്ടമായിട്ടും കിട്ടും, 9 വർഷം നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കും. ഇപ്പോൾ ഈ രാഹുവിൻ്റെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ രാഹു ദശാകാലത്ത് നമുക്കാണെന്നുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പിള്ളേർക്ക് പഠനത്തിന് മുടക്കങ്ങൾ വരും, തടസ്സങ്ങൾ വരും, അലസത വരും, മടി വരും. ഇതൊക്കെയാണ് രാഹുവിനകത്തുള്ള പ്രയാസങ്ങൾ. നമുക്ക് ജോലിക്കൊക്കെ അപേക്ഷിച്ചാൽ ജോലി കിട്ടാതെ വരും. ഇതൊക്കെ തടസ്സങ്ങളായിട്ട് ഈ രാഹുവിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും 30 വയസ്സ് വരെ രാഹുവുണ്ട്. രാഹുവിൻ്റെ ദശാകാലത്ത് സർപ്പപ്രീതി വരുത്തി പോവുക, മാറ്റം ഉണ്ടാകുന്നതാണ്. അത് കഴിയുമ്പോൾ 30 വയസ്സ് കഴിയുമ്പോൾ രോഹിണി, അത്തം, തിരുവോണംകാർക്ക് സുവർണ്ണകാലം എന്ന് പറയാം. 30 വയസ്സിനും 46 വയസ്സിനും ഇടയ്ക്ക് അവർക്ക് സൗഭാഗ്യകാലം എന്ന് പറയാം. കാര്യം അവർക്ക് സർവ്വവിധ നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. 30 വയസ്സ് മുതൽ 46 വയസ്സ് വരെ അവർക്ക് ജോലിയിൽ പുരോഗതി, ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും, നേട്ടം ഉണ്ടാകും, സാമ്പത്തിക പുരോഗതി, പിന്നെ സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയിൽ അവർക്ക് പ്രവേശിക്കാൻ പറ്റും. 30 വയസ്സും കഴിയുമ്പോൾ മുതൽ 46 വയസ്സ് വരെ നല്ല സമയമെന്ന് പറഞ്ഞല്ലോ. അത് കഴിയുമ്പോൾ മുതൽ അവർക്ക് ശനി ആരംഭിക്കുന്നുണ്ട്. 46 വയസ്സ് കഴിയുമ്പോൾ മുതൽ ശനി ആരംഭിച്ചിട്ട് 65 വയസ്സ് വരെ ശനി ദശാകാലമാണ്. 19 വർഷമുണ്ട് ശനിക്ക് അറിയാമല്ലോ. ശനിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് തടസ്സങ്ങളും കാര്യങ്ങളും മനോവിഷമങ്ങളൊക്കെ ശനിക്കകത്ത് വരാമേ. തടസ്സങ്ങളായിരിക്കും. നമുക്ക് എന്ത് കാര്യത്തിനും തടസ്സമായിട്ട് നേരിടും. ഈ തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഗണപതി ഹോമം കഴിക്കുക, അയ്യപ്പ ക്ഷേത്ര നീരാഞ്ജന വഴിപാട് കഴിക്കുക. ഇതൊക്കെ കഴിച്ചു പോകുമ്പോൾ നമുക്ക് മാറ്റങ്ങളുണ്ടാവും. മൃത്യുഞ്ജയ അർച്ചനയും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ കഴിച്ചു പോകുക. പിന്നെ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും, കാര്യപുരോഗതി ഉണ്ടാകും. തടസ്സങ്ങളൊക്കെ മാറി നമ്മുടെ കാര്യമൊക്കെ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താൽ തന്നെ പറ്റത്തുള്ളൂ. 65 വയസ്സ് വരെ ഉണ്ട് കേട്ടോ ശനി കഴിയുമ്പോൾ അവർക്ക് ബുധദശാകാലം വരുന്നുണ്ട്. 65 മുതൽ 82 വയസ്സ് വരെ 17 വർഷം ബുധനാണ്. ബുധൻ നേട്ടം കിട്ടുന്ന സമയമാണ്. ബുധദശാകാലത്ത് നമുക്ക് ജോലിയിൽ പുരോഗതി ഉണ്ടാകും, സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. ധനകാരകനാണ് ബുധദശാകാലത്ത് നമുക്ക് അനുകൂലമായിട്ട് നേട്ടം കിട്ടുന്ന സമയം തന്നെ. 82 വയസ്സ് കഴിയുമ്പോൾ മുതൽ കേതുർദശ ആരംഭിക്കുന്നുണ്ട് അവർക്ക്. ഈ കേതുർദശാകാലം കുറച്ച് മോശം സമയമായിരിക്കും. 82 വയസ്സ് മുതൽ അവർക്ക് 89 വയസ്സ് വരെ കേതുർദശ അത്ര അനുകൂലമായിരിക്കത്തില്ല, നേട്ടം കിട്ടുന്ന സമയമായിരിക്കത്തില്ല. പിന്നെ കേതുർദശാകാലത്ത് മനോവിഷമങ്ങളും തടസ്സങ്ങളും കാര്യതടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ജലധാര, മൃത്യുഞ്ജയ അർച്ചന ഇതൊക്കെ കഴിച്ചു പോയാൽ ഒരുപാട് മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. 82 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് 89 വയസ്സ് വരെ 7 വർഷമുണ്ട് കേതു കേട്ടോ. അത് കഴിയുമ്പോൾ അവർക്ക് ശുക്രദശ ആരംഭിക്കുന്നുണ്ട്. 89 വയസ്സ് കഴിയുമ്പോൾ മുതൽ ശുക്രൻ ആരംഭിച്ചിട്ട് 20 വർഷമുണ്ട് ശുക്രൻ. അങ്ങനെയാണ് ഈ രോഹിണി, അത്തം, തിരുവോണംകാരുടെ ദശാകാലങ്ങൾ. ഇനി നമ്മൾക്ക് മകയിരം, ചിത്തിര, അവിട്ടം
ഈ മൂന്ന് നാളുകാരും അനുജന്മ നാളുകാരാണ്. അവരുടെ ദശാകാലങ്ങൾ ഒരുപോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് അവരുടെ ദശാകാലം നോക്കാം. അവരെ ചൊവ്വാദശയിലാണ് അവർ ജനനം. 7 വയസ്സ് വരെ ചൊവ്വയാണ്. ചൊവ്വയെന്ന് പറയുന്നത് ചൊവ്വാദശക്കാലത്താണത് 7 വയസ്സ് വരെ ഉണ്ടെങ്കിലും നമ്മൾക്ക് ജനിക്കുന്ന സമയത്തിന് ജനന സമയത്തിൻ്റെ 3.5 വയസ്സ് വരെ നമുക്ക് നമ്മുടെ അതിനകത്തിൽ അനുഭവത്തിൽ വരത്തുള്ളൂ. അപ്പോൾ 3.5 വയസ്സ് വരെ അവർക്ക് ചൊവ്വാദശക്കാലം. 3.5 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് രാഹുർദശ ആരംഭിക്കുന്നുണ്ട്. 3.5 വയസ്സ് മുതൽ കഴിയുമ്പോൾ മുതൽ രാഹുർദശ ആരംഭിച്ചിട്ട് 21.5 വയസ്സ് വരെ രാഹുർദശാക്കാലം. രാഹുർദശാക്കാലത്തിലാണെങ്കിൽ ഈ കുട്ടികൾക്ക് പഠിക്കുന്ന സമയമല്ലേ, പഠന സമയത്തിന് അവർക്ക് ഒരുപാട് നേട്ടങ്ങളൊന്നും ഉണ്ടാകത്തില്ല, തടസ്സങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് രാഹുർദശാക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ 21.5 വയസ്സ് വരെ ഉണ്ട്. 21.5 വയസ്സ് വരെ ഉണ്ടെങ്കിലും 18 വർഷമുണ്ട്. 18 വർഷത്തിൻ്റെ പകുതി സമയമൊക്കെ കുറച്ച് നേട്ടം കിട്ടും, പകുതി സമയം അവർക്ക് അനുകൂലമല്ലാതിരിക്കും. അതുകൊണ്ട് പഠനത്തിന് തടസ്സവും മുടക്കമൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് രാഹുവിനെ പ്രീതിപ്പെടുത്തി പോവുക. സർപ്പത്തിൻ്റെ അവിടെ വഴിപാടൊക്കെ കഴിച്ചു പോകുമ്പോൾ നമുക്ക് മാറ്റം ഉണ്ടാകും. അത് കഴിയുമ്പോൾ മുതൽ ഇവർക്ക് നല്ല സമയം വരുന്നു. ഇവർ നല്ല സമയം എന്ന് പറയും 21.5 വയസ്സ് കഴിയുമ്പോൾ മുതൽ 37.5 വയസ്സ് വരെ വ്യാഴദശാക്കാലം അനുകൂലമായിട്ടും നേട്ടമായിട്ടും ഒക്കെ കിട്ടും. ഈ സമയത്തിനുള്ളിൽ അവർക്ക് വിവാഹം നടക്കാം, ജോലി കിട്ടാം, സർവ്വകാര്യ പുരോഗതി ഉണ്ടാകുന്ന സമയം തന്നെ 37.5 വയസ്സ് വരെ കേട്ടോ. 37.5 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് ശനി ആരംഭിക്കുന്നുണ്ട്. 37.5 വയസ്സ് കഴിയുമ്പോൾ മുതൽ ശനി ആരംഭിച്ചിട്ട് 56.5 വയസ്സ് വരെ ശനിദശാക്കാലം. ഈ ശനിദശാക്കാലം 19 വർഷം ഉണ്ടെങ്കിലും വലിയ നേട്ടമൊന്നും പറയാനില്ല. അതിനകത്തിൽ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതുകൊണ്ട് ശനിദശാക്കാലത്തെ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് കഴിച്ചു പോവുക. അതുപോലെ ശനീശ്വരൻ്റെ അമ്പലം എന്ന് പറഞ്ഞാൽ അയ്യപ്പനാണല്ലോ, അയ്യപ്പൻ്റെ അവിടെ നീരാഞ്ജന വഴിപാട് കഴിച്ചു പോകണം. അതുപോലെ മൃത്യുഞ്ജയാർച്ചനയൊക്കെ കഴിച്ചു പോകുമ്പോൾ നമുക്ക് മാറ്റം ഉണ്ടാവും. പിന്നെ 56.5 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് ബുധദശാക്കാലം ആരംഭിക്കുന്നുണ്ട്. 17 വർഷമുണ്ട് ബുധൻ. 73.5 വയസ്സ് വരെ ബുധദശാക്കാലം. ബുധദശാക്കാലത്ത് നമുക്ക് നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. ബുധൻ ധനകാരകനാണ്, സാമ്പത്തിക നേട്ടം ഉണ്ടാകാം. അതുപോലെ തന്നെ മാനസികപരമായിട്ടൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാകാം, ജോലിയിലൊക്കെ ഒരു പുരോഗതി ഉണ്ടാകുന്നതൊക്കെ സമയം തന്നെ ബുധദശാക്കാലം. 73.5 വയസ്സ് വരെ. 73 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് കേതുർദശ ആരംഭിക്കും. അതൊരു കുറച്ച് മോശപ്പെട്ട സമയമാണ്. കേതുർദശാക്കാലത്ത് നമുക്ക് ഒരു കാര്യങ്ങളും നടന്നു കിട്ടത്തില്ല. സർവ്വകാര്യ തടസ്സങ്ങളുമായിട്ട് വരാം, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരാം, നമുക്ക് ശാരീരികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് വരാം, അസുഖങ്ങളായിട്ടൊക്കെ വരെ. ഇതിൽ 80.5 വയസ്സ് വരെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ അർച്ചന കഴിക്കുക, ജലധാര കഴിക്കുക, ഇതൊക്കെ കഴിച്ചു പോകുമ്പോൾ നമുക്ക് കുറേ മാറ്റം ഉണ്ടാകുന്നതാണ്. അത് കഴിയുമ്പോൾ 80 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് ശുക്രൻ ആരംഭിക്കും. ശുക്രദശാക്കാലം നല്ലതായിരിക്കും. 80 വയസ്സ് കഴിയുമ്പോൾ മുതൽ ശുക്രൻ ആരംഭിച്ചിട്ട് ഞാൻ പറഞ്ഞ 100 വയസ്സ് വരെയുള്ള ശുക്രദശാക്കാലമുണ്ട്. അങ്ങനെയാണ് ഈ മകയിരം ചിത്തിര അവിട്ടം നാളുകാരുടെ ദശാകാലങ്ങൾ. ഇനി തിരുവാതിര, ചോതി, ചതയം ഈ 3 നാളുകാരുടെ ദശാകാലങ്ങൾ നമ്മൾക്ക് നോക്കാം. ഇത് അനുജന്മ നാളുകാരാണ്. ഈ തിരുവാതിര, ചോതി, ചതയം നാളുകാർ രാഹുർദശയിലാണ് ജനിക്കുന്നത്. രാഹുർദശക്കാലം 18 വർഷം ഉണ്ടെങ്കിലും 9 വയസ്സ് വരെ അവർക്ക് രാഹുർദശയാണ്. അപ്പോൾ അവർക്ക് ഈ രാഹുർദശയിലായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കാണും, ബാലാരിഷ്ട കാണും. ജനന സമയത്തിൻ്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് മുന്നോട്ടോ പുറകോട്ടോ മാറ്റം ചിലപ്പോൾ കാണുമായിരിക്കും. എങ്കിലും ഏകദേശ രൂപം വെച്ച് ഞാൻ പറയുന്നത് 9 വയസ്സ് വരെ അവർക്ക് രാഹുർദശയാണ്. അത് അവർക്ക് ബാലാരിഷ്ടയൊക്കെ കാണും, അസുഖങ്ങളായിട്ടൊക്കെ വരാം. അതൊക്കെ പിന്നെ ഈ സമയത്ത് അവർക്ക് അനുഭവയോഗ്യമാകും. അതിൽ 9.5 വയസ്സ് കഴിയുമ്പോൾ മുതൽ നല്ല സമയമാണ് ഈ നാളുകാർക്ക്. 9.5 വയസ്സ് മുതൽ 25 വയസ്സ് വരെ വ്യാഴദശാക്കാലമാണ്. വ്യാഴൻ അവർക്ക് അനുകൂലമായിട്ട് നേട്ടമായിട്ട് നിൽക്കുന്ന സമയം. 25 വയസ്സിനുള്ളിലാണെങ്കിൽ അവർക്ക് വിവാഹം നടക്കാം, ജോലി കിട്ടാം, ഇതൊക്കെ സാധ്യമാകുന്ന സമയം. 25 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് ശനി ആരംഭിക്കും. 19 വർഷമുണ്ട് ശനി. 44 വയസ്സ് വരെ ശനി ദശാക്കാലം. ശനിയിൽ ഈ പറയുന്ന പോലെ തന്നെ തടസ്സങ്ങളും കാര്യതടസ്സങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും അതിൻ്റേതായിട്ടുള്ള വഴിപാടുകളൊക്കെ കഴിച്ചു പോകുമ്പോൾ മാറ്റം ഉണ്ടാകും നമുക്ക്. എന്ന് വെച്ചാൽ അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ വഴിപാട് കഴിച്ചാൽ മതി ശനിക്ക് വേണ്ടിയിട്ട്. 44 വയസ്സ് കഴിയുമ്പോൾ മുതൽ ബുധദശാക്കാലം വരുന്നുണ്ട്. 44 വയസ്സ് കഴിയുമ്പോൾ മുതൽ ബുധൻ ആരംഭിച്ചിട്ട് 61 വയസ്സ് വരെ ബുധദശാക്കാലം. അത് നേട്ടമുള്ള സമയമാണ്. ബുധദശാക്കാലത്ത് സർവ്വകാര്യ നേട്ടം ഉണ്ടാകും, സാമ്പത്തികപരമായിട്ടൊക്കെ നേട്ടം ഉണ്ടാകും. ധനകാരകനാണ് ബുധൻ. മാനസികപരമായിട്ടൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാകും. കാര്യം ജോലിയിലൊക്കെ പുരോഗതി ഉണ്ടാകും, നേട്ടം ഉണ്ടാകുന്ന സമയം തന്നെ 61 വയസ്സ് വരെ. 61 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് 68 വയസ്സ് വരെ കേതുർദശാക്കാലമുണ്ട്, 7 വർഷം. അത് കുറച്ച് മോശകരമായിരിക്കും. ഈ പറയുന്ന പോലെ വലിയ നേട്ടമൊന്നും ഉണ്ടാകത്തില്ല, ധനപരമായിട്ട് നേട്ടം ഉണ്ടാകത്തില്ല, മാനസികപരമായിട്ടും ഒക്കെ നമുക്കൊരു സന്തോഷമില്ലായ്മ വരും, അസുഖങ്ങളെ ഇതൊക്കെ നമുക്ക് ഇതിനകത്തിൽ വരാൻ സാധ്യതയുണ്ട്. 68 വയസ്സ് വരെ കേതുർദശയാണ്. 68 വയസ്സ് കഴിയുമ്പോൾ മുതൽ 88 വയസ്സ് വരെ 20 വർഷം ശുക്രദശാക്കാലമാണ്. ശുക്രദശാക്കാലം സർവ്വകാര്യ നേട്ടം ഉണ്ടാകും. അതിനകത്തിൽ ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. 68 വയസ്സ് കഴിയുമ്പോൾ മുതലാണ് 88 വയസ്സ് വരെ.
ജോലിയുടെ തന്നെയല്ല, നമുക്കാണെന്നുണ്ടെങ്കിൽ വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാൻ പറ്റും, ഒരു വസ്തു മേടിക്കാൻ പറ്റും. ഇതൊക്കെ ശുക്രൻ തന്നിട്ടേ പോകത്തുള്ളൂ. ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സാധ്യമാകും ഈ 68 വയസ്സ് കഴിയുമ്പോൾ മുതൽ 88 വയസ്സ് വരെ 20 വർഷമുണ്ട് നേട്ടം കിട്ടുന്ന സമയം തന്നെ. 88 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് ആദ്യത്തെ ദശക്കാലം തുടങ്ങും. 95 വയസ്സ് വരെ ആദ്യത്തെ ദശക്കാലം 7 വർഷമുണ്ട്. അത് വലിയ നേട്ടമൊന്നുമില്ല. സർവ്വകാര്യത്തിൽ നിന്ന് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആദിത്യം തരുന്നത് കേട്ടോ. ആദ്യത്തെ ദശക്കാലത്ത് നമുക്ക് അസുഖങ്ങളായിട്ടും ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ ദശക്കാലത്ത് നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി ജലധാരയും അതുപോലെ തന്നെ സൂര്യനാണ് ആദിത്യൻ സൂര്യനാണ്. സൂര്യൻ്റെ ചൂടും വിഷമങ്ങളൊക്കെ നമുക്ക് കുറച്ച് അനുഭവയോഗ്യമാകും. ഏതെങ്കിലും 95 വയസ്സ് വരെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് പിന്നെ ജലധാര കഴിക്കുക, അതുപോലെ തന്നെ മൃത്യുഞ്ജാർച്ചനയൊക്കെ കഴിച്ചു പോകുമ്പോൾ മാറ്റം ഉണ്ടാവും. ഇനിയും പുണർദം, വിശാഖം, പൂരുട്ടാതിക്കാരുടെ ദശാകാലങ്ങളാണ് പറയുന്നത്. ഇവർ വ്യാഴദശയിലാണ് ഇവർ ജനിക്കുന്നത്. വ്യാഴദശാകാലം നല്ലതാണ്, നല്ല സമയമാണ് ഇവർക്ക്. ഏതായാലും 8 വയസ്സ് വരെ അവർക്ക് വ്യാഴദശാകാലം. 16 വയസ്സ് വരെ 16 വർഷം ഉണ്ടെന്ന് പറഞ്ഞാലും 8 വയസ്സ് വരെയുള്ള നമുക്ക് അനുഭവയോഗ്യമാകത്തുള്ളൂ. 8 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് ശനി ആരംഭിക്കുന്നുണ്ട്. 27 വയസ്സ് വരെ ശനി ദശാകാലം. ഈ 19 വർഷമുണ്ട് ശനി 19 വർഷം ഉണ്ടെങ്കിലും ആ ശനിക്കകത്ത് അവർക്ക് കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പഠിക്കുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ ആ സമയത്ത് അവർക്ക് പഠനത്തിനൊക്കെ കുറച്ച് തടസ്സവും ഒക്കെ വരും. കാര്യം അവർക്ക് അത്ര ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളാന്ന് പറഞ്ഞാലും അതിനകത്തിൽ അത്രയ്ക്ക് ബുദ്ധിപരമായിട്ടുള്ള നേട്ടമൊന്നും ഉണ്ടാകത്തില്ല. വലിയ ഉന്നത വിജയങ്ങളൊന്നും അവർക്ക് നേടിയെടുക്കാൻ പറ്റില്ല ഈ ശനി ആയതുകൊണ്ട്. അത് 27 വയസ്സ് വരെ ഉണ്ട് ശനി. പക്ഷേ കാര്യങ്ങളൊക്കെ അവർക്ക് നടക്കുന്നുണ്ട്, കാര്യമൊക്കെ നടക്കും. പക്ഷേ ജോലിയൊക്കെ കിട്ടണമെങ്കിൽ ജോലിയൊക്കെ കിട്ടും. പക്ഷേ അതിനകത്ത് കുറേ പരിശ്രമിച്ചതിന് ശേഷം മാത്രമേ ഇവർക്ക് ജോലിയൊക്കെ കിട്ടാൻ സാധ്യതമാകത്തുള്ളൂ. അതുകൊണ്ട് 27 വയസ്സ് വരെ ശനിയുണ്ട്. ശനി ഉള്ളതുകൊണ്ട് നമ്മൾ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാടൊക്കെ കഴിച്ചു പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റമുണ്ട്. ഏതായാലും 27 വയസ്സ് വരെ ശനിയുണ്ട്. 27 വയസ്സ് കഴിയുമ്പോൾ മുതൽ ഇവർക്ക് നല്ല സമയമാണ്. 27 വയസ്സ് കഴിയുമ്പോൾ മുതൽ 44 വയസ്സ് വരെ ബുധദശാകാലം. 17 വർഷമുണ്ട്. ബുധൻ അനുകൂലമായിട്ടും നേട്ടമായിട്ടൊക്കെ കിട്ടും. മാനസികപരമായിട്ടൊക്കെ സന്തോഷം കിട്ടും. ജോലിയിൽ പുരോഗതി കിട്ടും. ജോലി ഇല്ലാത്തവർക്കൊരു ജോലി കിട്ടും. ധനനേട്ടം ഉണ്ടാകും. ഇതെല്ലാം കിട്ടുന്ന സമയം തന്നെയാണ് 44 വയസ്സ് വരെ. 44 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് കേതുർദശ ആരംഭിക്കും. അത് കുറച്ച് മോശ സമയമായിരിക്കും. 7 വർഷമുണ്ട് കേതു. 44 വയസ്സ് മുതൽ പിന്നെ 51 വയസ്സ് വരെ കേതുർദശാകാലം. അത് കുറച്ച് മോശമായിരിക്കും. കാര്യമുണ്ട്. കേതുർദശാകാലത്ത് അസുഖങ്ങളായിട്ട് വരാം. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു മനസ്സന്തോഷമില്ലായ്മ വരാം, തടസ്സങ്ങളൊക്കെ വരാം. 51 വയസ്സ് വരെ ഏതായാലും കേതുർദശാകാലം. കേതുർദശാകാലത്ത് നമുക്ക് പോയി ശിവക്ഷേത്രത്തിലാണെന്നുണ്ടെങ്കിൽ വഴിപാടൊക്കെ കഴിക്കുമ്പോൾ മാറ്റം ഉണ്ടാകും. ജലധാര കഴിക്കുക, മൃത്യുഞ്ജയാർച്ചന കഴിക്കുക, ഇതൊക്കെ കഴിച്ചു പോകുക. 51 വയസ്സ് കഴിയുമ്പോൾ മുതൽ നല്ല സമയം തന്നെയാണ്. പുണർദം, വിശാഖം, പൂരുട്ടാതിക്കാർക്ക് സുവർണ്ണകാലം എന്ന് പറയാം. 51 വയസ്സ് കഴിയുമ്പോൾ മുതൽ 71 വയസ്സ് വരെ 20 വർഷമുണ്ട്. ശുക്രനാണ്. ശുക്രൻ അനുകൂലമായിട്ടും നേട്ടമായിട്ടൊക്കെ കിട്ടും. വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാൻ പറ്റും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. ഇങ്ങനെയുള്ള നേട്ടങ്ങളെല്ലാം കിട്ടുന്ന സമയം തന്നെ 71 വയസ്സ് വരെ. 71 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് ആദ്യത്തെ ദശ ആരംഭിക്കും. 77 വയസ്സ് വരെ ആദ്യത്തെ ദശക്കാലം. 6 വർഷമുണ്ട്. ആദിത്യൻ സൂര്യനാണ്. സൂര്യൻ്റെ ചൂടും വിഷമങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതൊക്കെ മാറാനും തടസ്സങ്ങളൊക്കെ മാറാനും വേണ്ടി ആദ്യത്തെ ദശാകാലത്ത് ശിവക്ഷേത്രത്തിൽ ജലധാര കഴിക്കുക, മൃത്യുഞ്ജയ അർച്ചനയൊക്കെ കഴിച്ചു പോകുമ്പോൾ നമുക്ക് മാറ്റം ഉണ്ടാകും. അത് കഴിയുമ്പോൾ ഇവർക്ക് നല്ല സമയമാണ് ഇവർക്കും വരുന്നത്. 77 വയസ്സ് കഴിയുമ്പോൾ മുതൽ ചന്ദ്രദശാകാലം വരുന്നുണ്ട്. 10 വർഷം. 87 വയസ്സ് വരെ നല്ല സമയമാണ്, നേട്ടപ്പെട്ട സമയമാണ്. ചന്ദ്രദശാകാലത്ത് സർവ്വകാര്യ നേട്ടം ഉണ്ടാകും. അതും നല്ല സമയമാണ്. ഇനിയും നമ്മൾക്ക് പറയാൻ പോകുന്നത് പൂയം, അനിഴ, ഉത്രട്ടാതി. പൂയം, അനിഴ, ഉത്രട്ടാതിക്കാരെ അവരുടെ അനുജന്മ നാളുകാരാണ് ഈ നാളുകാർ. ഇവർക്കെല്ലാം ഒരേ ദശാകാലങ്ങൾ തന്നെയാണ്. അവർ ശനിദശയിലാണ് ജനിക്കുന്നത്. 19 വർഷം ഉണ്ടെങ്കിൽ 9.5 വയസ്സ് വരെ അവർക്ക് ശനിദശയാണ്. 9.5 വർഷമേ നമുക്ക് അനുഭവയോഗ്യമാകത്തുള്ളൂ. ഈ ഒരു ജനന സമയത്തിൻ്റെ മുന്നോട്ടോ പുറകോട്ടോ കുറച്ച് വ്യത്യാസം കാണുമായിരിക്കും. എങ്കിലും ഏകദേശം 9.5 വയസ്സ് വരെ ശനിയാണ്. ശനി എന്ന് പറയുന്നത് ഈ ശനിദശാകാലത്ത് ശനിദശാകാലം അവർക്ക് ബാലാരിഷ്ടയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശനിയിലല്ലേ ജനനം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അസുഖങ്ങളായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. 9.5 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് ബുധദശാകാലം ആരംഭിക്കുന്നുണ്ട്. 9.5 വയസ്സ് കഴിയുമ്പോൾ മുതൽ ബുധദശ ആരംഭിച്ചിട്ട് 26.5 വയസ്സ് വരെ ബുധദശാകാലം അനുകൂലമായിട്ടും നേട്ടമായിട്ടും കിട്ടുന്ന സമയം തന്നെ അവരുടെ വിദ്യാഭ്യാസമൊക്കെ നന്നായിട്ട് നടന്നു പോകും. ഉന്നത വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റും. 26.5 വയസ്സിനുള്ളിൽ പരിശ്രമിക്കുവാണെങ്കിൽ ജോലി വരെ കിട്ടാൻ സാധ്യതയുള്ള സമയം, വിവാഹമൊക്കെ നടക്കേണ്ട സമയം തന്നെയാണ് ഈ 26.5 വയസ്സ് വരെ. 26 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സമയം മോശമുള്ള സമയമാണ്. കേതുർദശയാണ്. 26 വയസ്സ് കഴിയുമ്പോൾ മുതൽ കേതുർദശ ആരംഭിച്ചിട്ട് 7 വർഷമുണ്ട് കേതു. 33 വയസ്സ് വരെ കേതുർദശാകാലം. ആ സമയം അവർക്ക് കുറച്ച് മോശകരമായിരിക്കും. കേതുവിനകത്തിൽ തടസ്സങ്ങളും കാര്യങ്ങളും മനോവിഷമങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 33 വയസ്സ് വരെ. 33 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക്
നേട്ടപ്പെട്ട സമയമാണ്. ഇവർക്കും സുവർണകാലമാണ്. 33 വയസ്സ് കഴിയുമ്പോൾ മുതൽ 53 വയസ്സ് വരെ ശുക്രദശാകാലം. സർവ്വകാര്യ നേട്ടം ഉണ്ടാവും. സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും എല്ലാം സന്തോഷം കിട്ടുന്ന സമയം തന്നെ. 33 വയസ്സ് കഴിയുമ്പോൾ മുതൽ 53 വയസ്സ് വരെ. 53 വയസ്സ് കഴിയുമ്പോൾ മുതൽ ആദിത്യ ദശ ആരംഭിക്കുന്നുണ്ട്. 59 വയസ്സ് വരെ 6 വർഷമുണ്ട്. ആദിത്യ ദശാകാലം ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മോശ സമയം തന്നെയാണ്. ആദ്യത്തിലാണ് സൂര്യനാണ്. സൂര്യൻ്റെ ചൂടും വിഷമങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. കുറച്ച് പ്രയാസങ്ങൾ വരുന്നുണ്ട് ആദ്യത്തെ ദശാകാലം 59 വയസ്സ് വരെ. 59 വയസ്സ് കഴിയുമ്പോൾ ആ സമയത്ത് നമ്മളെ 59 വയസ്സിൽ ആ സമയം ഞാൻ പറഞ്ഞല്ലോ, ഈ ആദ്യത്തെ ദശാകാലത്തെ ശിവക്ഷേത്രത്തിൽ ജലധാര മൃത്യുഞ്ജയാർച്ചനയൊക്കെ കഴിച്ചു പോകും, മാറ്റം ഉണ്ടാവും. 59 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് ചന്ദ്രദശ ആരംഭിക്കും കേട്ടോ. 69 വയസ്സ് വരെ 10 വർഷമുണ്ട് ചന്ദ്രൻ ഗുണകരമായിട്ടും നേട്ടമായിട്ടും സർവ്വകാര്യ നേട്ടം ഉണ്ടാകും ഈ ചന്ദ്രദശാകാലത്ത്. നല്ല ഒരു നേട്ടം ഉണ്ടാകുന്ന സമയം തന്നെ. ജോലിയൊക്കെ ഇട്ടാം, ഈ ജോലിയൊക്കെ ഇല്ലാത്തവർക്കാണെങ്കിൽ ജോലി കിട്ടാം. പിന്നെ അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികപരമായിട്ട് നേട്ടവും ഉണ്ടാകും. ഏതായാലും ഈ ചന്ദ്രദശാകാലത്തുള്ള പൊതുവെയുള്ള കാര്യം ഞാൻ പറയുന്നത്, ഈ വയസ്സിനകത്തുള്ള പ്രായമായിട്ട് ജോലി കിട്ടുമെന്നുള്ളതല്ല പറഞ്ഞാൽ, പക്ഷേ ചന്ദ്രദശാകാലത്ത് നമുക്ക് അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളെന്നാൽ ജോലി ഇല്ലാത്തവർക്കൊരു ജോലി കിട്ടും, സാമ്പത്തികപരമായിട്ട് പുരോഗതിയൊക്കെ കിട്ടും. 69 വയസ്സ് വരെ. 69 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് ചൊവ്വ ആരംഭിക്കുന്നുണ്ട്. അത് ചൊവ്വാദശ പിന്നെ കാര്യനേട്ടം വലുതായിട്ടൊന്നുമില്ലെങ്കിലും കാര്യതടസ്സമില്ല. വലിയ പിന്നെ നേട്ടങ്ങളൊന്നും കിട്ടത്തില്ല ഈ ചൊവ്വയ്ക്കകത്ത്. അപ്പോൾ ചൊവ്വയിലെന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങൾ, ദേഷ്യപ്പാടുകളെ, പിന്നെ അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചൊവ്വയിൽ ചെറിയ അസുഖങ്ങളെ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. 69 വയസ്സ് കഴിയുമ്പോൾ മുതൽ 76.5 വയസ്സ് വരെ ഉണ്ട് ചൊവ്വ, 7 വർഷം. അത് കഴിയുമ്പോൾ അവർക്ക് രാഹുർദശ ആരംഭിക്കുന്നുണ്ട്. 76 മുതൽ പിന്നെ 94.5 വയസ്സ് വരെ ഏകദേശം രാഹുർദശാകാലം. രാഹുർദശയാണെന്ന് പറഞ്ഞാലും 18 വർഷമുണ്ട് രാഹു. അതിനകത്തിൽ 18 വർഷത്തിൽ 9 വർഷം നമുക്ക് നേട്ടമായിട്ട് കിട്ടും. 9 വർഷം നമുക്ക് തടസ്സങ്ങളും കാര്യനേട്ടമില്ലാതിരിക്കും. മനോവിഷമങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ ആ സമയത്താണെങ്കിൽ അസുഖങ്ങളൊക്കെ വരാം. അതും വലിയ പ്രായമുള്ള സമയത്ത് നമുക്ക് അസുഖങ്ങളായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മളെ എന്തായാലും 76 വയസ്സ് കഴിയുമ്പോൾ മുതലുണ്ട് 18 വർഷം എന്ന് പറഞ്ഞല്ലോ. സർപ്പത്തിൻ്റെ അവിടെ നാഗദൈവങ്ങൾക്ക് വഴിപാടൊക്കെ കഴിച്ചു പോകുമ്പോൾ നമുക്ക് അസുഖത്തിനും നമ്മുടെ തടസ്സങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാകും. ഏതായാലും 76 വയസ്സ് കഴിയുമ്പോൾ 94 വയസ്സ് വരെ രാഹുർദശാകാലം. ഇനി ആയില്യം, തൃക്കേട്ട, രേവതിക്കാരുടെയാണ് ദശാകാലങ്ങൾ പറയുന്നത്. ഇത് അവരെ അനുജന്മ നാളുകാരാണ്. ഈ 3 നാളുകാർക്ക് ഒരേ ദശാകാലങ്ങളാണ്. അവർ ജനിക്കുന്നത് ബുധദശയിലാണ്. ബുധദശാകാലം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ബുധദശ എന്ന് പറയുന്നത് 17 വർഷമുണ്ട് ബുധൻ. 17 വർഷം ഉണ്ടെങ്കിൽ നമ്മുടെ ജനന സമയത്തിന് നമ്മൾക്ക് അതിൻ്റെ പകുതി സമയം നമുക്ക് നമുക്ക് അനുഭവയോഗ്യമാകത്തുള്ളൂ. അപ്പോൾ ബുധദശാകാലം അവർക്ക് 17 വർഷം ഉണ്ടെങ്കിൽ 8.5 വയസ്സ് വരെ ഏകദേശം നമ്മൾ ജനന സമയത്തിന് മുന്നോട്ടോ പുറകോട്ടോ കുറച്ച് മാറാം. എന്നാൽ 8.5 വയസ്സ് വരെ ബുധദശാകാലമാണ്. ബുധദശ 8.5 കഴിയുമ്പോൾ മുതൽ പിന്നെ ബുധദശാകാലം കുഴപ്പമില്ല ജനനത്തിനകത്ത്. പക്ഷേ 8.5 വയസ്സ് കഴിയുമ്പോൾ മുതൽ കേതുർദശ ആരംഭിക്കുന്നുണ്ട്. 15.5 വയസ്സ് വരെ കേതുർദശാകാലം അവർക്ക് മോശമായിരിക്കും. ഈ കുട്ടികൾക്ക് മോശമായിരിക്കും ആ സമയം. കാര്യം കേതുവാണ് അസുഖങ്ങളെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ഈ 8.5 വയസ്സ് മുതൽ 15.5 വയസ്സിനകത്ത് അസുഖങ്ങളും പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളും മടികളും ഒക്കെ അതിനകത്തിൽ കേതുവല്ലേ. ആ സമയത്ത് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കുന്നതാണ്. ആ സമയത്ത് കേതുർദശാകാലത്ത് ശിവക്ഷേത്രത്തിൽ ജലധാര കഴിക്കുക, മൃത്യുഞ്ജയാർച്ചന കഴിക്കുക, ഈ കുഞ്ഞുങ്ങളുടെ പേരിൽ ഇതൊക്കെ കഴിച്ചു പോകണം. അപ്പോൾ മാത്രമേ മാറ്റം ഉണ്ടാകത്തുള്ളൂ. 15.5 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് ശുക്രൻ ആരംഭിക്കുന്നുണ്ട്. 35.5 വയസ്സ് വരെ ശുക്രദശാകാലം അനുകൂലമായിട്ടും നേട്ടമായിട്ടും സർവ്വകാര്യ നേട്ടമായിട്ടും ഉണ്ടാകും. അതിനകത്തിലാണെങ്കിൽ ഈ 15.5 വയസ്സ് കഴിയുമ്പോൾ മുതൽ 35.5 വയസ്സ് വരെ വിവാഹം നടക്കാം, ജോലി കിട്ടാം, പുരോഗതി കിട്ടാം. ഇതിനകത്തിലാണെങ്കിൽ ഈ 35 വയസ്സിനകത്തിലാണെങ്കിൽ അവർക്ക് ഈ വസ്തുക്കൾ മേടിക്കാനോ ഒക്കെ അവർക്ക് കാര്യമായിട്ട് അത് നടന്നിരിക്കും. കാര്യം 35 വയസ്സ് വരെ ശുക്രനാന്ന് പറഞ്ഞല്ലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ശുക്രദശാകാലമൊക്കെ ആണെന്ന് പറഞ്ഞാലും അതിനകത്ത് ശനിയുടെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ കുറച്ച് തടസ്സം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. എന്നാലും ശുക്രനായതുകൊണ്ട് നേട്ടമുള്ള സമയം തന്നെ, ജോലിയൊക്കെ കിട്ടുമൊക്കെ തന്നെ. ഈ 35 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് ആദ്യത്തിന് ആരംഭിക്കുന്നുണ്ട്. അത് കുറച്ച് മോശ സമയമാണ്. 35 വയസ്സ് കഴിയുമ്പോൾ മുതൽ 41 വയസ്സ് വരെ അവർക്ക് ആദ്യത്തെ ദശാകാലമാണ്. കാര്യതടസ്സം ഉണ്ടാകും, മാനസികപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകളും. സൂര്യൻ്റേതായിട്ടുള്ള ചൂടും വിഷമങ്ങളൊക്കെ ഈ ആദ്യത്തെ ദശാകാലത്ത് അവർക്ക് അനുഭവയോഗ്യമാകും. 35 വയസ്സ് കഴിയുമ്പോൾ മുതൽ 41 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ 6 വർഷം കേട്ടോ. ആ സമയത്ത് ശിവക്ഷേത്രത്തിൽ ജലധാരയും മൃത്യുഞ്ജയാർച്ചനയൊക്കെ കഴിച്ചു പോകും, മാറ്റം ഉണ്ടാകും. 41 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് ചന്ദ്രദശാകാലം വരുന്നുണ്ട്. സൗഭാഗ്യകാലമാണ് ഇവർക്ക്. ഈ സൗഭാഗ്യകാലമാണ് 41 വയസ്സ് കഴിയുമ്പോൾ മുതൽ 51 വയസ്സ് വരെ. അത് കാര്യം അവർക്ക് ഈ ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാം. ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടിയിട്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാകാം, പുരോഗതി ഉണ്ടാകാം, സർവ്വകാര്യ വിജയം ഉണ്ടാകും. ഏതായാലും സാമ്പത്തികപരമായിട്ടൊക്കെ ഒരു നേട്ടം കിട്ടുന്ന സമയം തന്നെ 51 വയസ്സ് വരെ.
51 വയസ്സ് കഴിയുമ്പോൾ മുതൽ ചൊവ്വാദശ ആരംഭിക്കുന്നുണ്ട്. 58.5 വയസ്സ് വരെ ചൊവ്വയാണ്. ചൊവ്വയ്ക്കകത്ത് അവർക്ക് 7 വർഷമുണ്ട് ചൊവ്വാദശ. ചൊവ്വയിൽ ഈ പറയുന്ന പോലെ കാര്യതടസ്സങ്ങളൊന്നുമില്ലെങ്കിലും കാര്യമൊക്കെ നടന്നു പോകും. വലിയ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ വലിയ നേട്ടം ഉണ്ടാകാനില്ല. വലിയ സാമ്പത്തികപരമായിട്ടൊക്കെ വലിയ നേട്ടമൊന്നും ഈ ചൊവ്വയ്ക്കകത്ത് കിട്ടാനില്ല. ചെറിയ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ സംഭവിക്കാനുള്ള ഇടയുണ്ട്. അതിൽ 58.5 വയസ്സ് വരെ. 58 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് രാഹുർദശ ആരംഭിക്കുന്നുണ്ട്. രാഹുർദശ കുറച്ച് ഞാൻ പറഞ്ഞില്ല മോശപ്പെട്ട സമയം. രാഹുവും എത്ര എന്ന് പറഞ്ഞാലും ഒരു തടസ്സങ്ങളും കാര്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ രാഹു തന്നിട്ട് തന്നെ പോകത്തുള്ളൂ. 18 വർഷമുണ്ട്. 58 വയസ്സ് കഴിയുമ്പോൾ മുതൽ 58 കഴിയുമ്പോൾ മുതൽ 18 വർഷം രാഹുർദശയുണ്ട്. 76 വയസ്സ് വരെ രാഹുർദശക്കാലം. അത് ഞാൻ പറഞ്ഞില്ല കുറച്ച് മോശപ്പെട്ട സമയമൊക്കെ ആയിരിക്കും. 9 വർഷം നമുക്ക് നേട്ടം കിട്ടും. 9 വർഷം അനുകൂലമല്ലാതെ പിന്നെ കാര്യതടസ്സമൊക്കെ വരാൻ സാധ്യതയുണ്ട്. പ്രതികൂലമായിട്ട് തന്നെ വരത്തുള്ളൂ. അപ്പോൾ ആ സമയത്തും എന്തായാലും രാഹുർദശക്കാലത്ത് നമ്മൾ സർപ്പപ്രീതി വരുത്തി പോകണം. നാഗദൈവങ്ങൾക്ക് വഴിപാടൊക്കെ കഴിച്ചു പോയാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടത്തി കിട്ടത്തുള്ളൂ. നമുക്ക് മാനസികപരമായിട്ടൊക്കെ ഒരു സന്തോഷം കിട്ടാൻ വകയുള്ളൂ. 76 വയസ്സ് വരെ ഉണ്ടെന്നല്ലോ. അപ്പോൾ എന്തായാലും രാഹുർദശക്കാലത്ത് വഴിപാടൊക്കെ കഴിച്ചു പോകും, മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. 76 വയസ്സ് കഴിയുമ്പോൾ മുതൽ നല്ല സമയമാണ് അവർക്ക് വ്യാഴദശക്കാലം. അവരുടെ ലാസ്റ്റിലാണ് പ്രായം ചെന്ന സമയത്ത് അവർക്ക് പിന്നെ വ്യാഴം വന്നേക്കുന്നത്. ആ സമയത്ത് ഈ എല്ലാ അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാവുകയും നമുക്ക് ഒരു സുഖമൊക്കെ കിട്ടുന്ന സമയമാണ് വ്യാഴന്. 76 വയസ്സ് കഴിയുമ്പോൾ മുതൽ 92 വയസ്സ് വരെ വ്യാഴദശാകാലമാണ്. അത് അനുകൂലമായിട്ടും ഒക്കെ ഇരിക്കും. രോഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. എല്ലാം കിട്ടുന്ന സമയം തന്നെയെന്ന് പറയാം ഈ നാളുകാർക്ക്. ഞാൻ എല്ലാം 27 നാളുകാരുടെയും ദശാകാലങ്ങൾ പറഞ്ഞു. നിങ്ങളിത് കാണുക. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളാണെന്നുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ മെസ്സേജ് ഇടുന്നുണ്ട്. പിന്നെ എല്ലാം മിക്ക നാളുകാരെക്കുറിച്ച് ഞങ്ങളുടെ പിന്നെ സമയം എങ്ങനെയാണെന്നുള്ള അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്ത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ്. എല്ലാവരും ഈ വീഡിയോ ഒക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. താങ്ക് യു.